ന്യൂസ് ആഫ്റ്റർനൂൺ തുടരുമ്പോൾ ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുന്നു. തീർച്ചയായും ഇന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അന്തിമമായ ഒരു തീരുമാനം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും വലിയ കാലതാമസമില്ലാതെ ഉണ്ടാകും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇരിക്കണം എന്ന ഒരു റിക്വസ്റ്റ് കൂടി UDFിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഹൈക്കമാൻഡ് അക്കാര്യങ്ങൾ ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച ചെയ്തതിന് ശേഷം ഹൈക്കമാൻഡ് അറിയിക്കുന്നതനുസരിച്ച് ആണ് തീരുമാനങ്ങൾ വരാൻ പോകുന്നത്. ഇല്ല, അത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷകർ എത്തിച്ചേർന്നുകൊണ്ട് അഭിപ്രായങ്ങൾ തേടുന്നതാണ്. ആ അഭിപ്രായങ്ങൾ തേടുന്നു എങ്കിൽ പോലും അന്തിമമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ളത് AICC ആണ്. ആ അന്തിമമായ തീരുമാനങ്ങൾ AICC എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾ ഞങ്ങൾ അത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അത് വേഗം പരിഹരിച്ചിരിക്കും. പ്രൊസീജിയറിനുള്ള കാലതാമസം എന്ന് പറയുന്നത് ഒരു 2-3 ദിവസക്കാലത്തിനുള്ളിൽ തന്നെ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതാണ്. സ്വാഭാവിക സംശയം. അങ്ങനെയാണെങ്കിൽ തന്ന മാൻഡേറ്റ് തന്ന ജനങ്ങളെ അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങ് സൂചിപ്പിച്ചതുപോലെ യാതൊരു തരത്തിലുമുള്ള അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ആ സ്ഥാനാർത്ഥികളെ അങ്ങനെ നിശ്ചയിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷം കേരളത്തിലെ ജനങ്ങൾ നൽകുകയും ചെയ്തത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ മാൻഡേറ്റ്, കിട്ടിയ മാൻഡേറ്റ് പൂർണ്ണമായി അംഗീകരിക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചർച്ചയും ഇതുവരെയും UDFിനകത്തുണ്ടായിട്ടില്ല. UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു തരത്തിലും അത്തരത്തിലുള്ള ചർച്ചകൾ ഇതുവരെയും ഈ നിമിഷം വരെയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നാൽ പോലും ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞങ്ങൾ തീരുമാനത്തിലേക്ക് പോകും എന്ന് പറയാനും കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. വ്യക്തികൾക്കല്ല, കേരളത്തിലെ ജനങ്ങൾക്കാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്രമാത്രം വലിയൊരു വിജയം ഉണ്ടാക്കി കൊടുത്തത് കേരളത്തിലെ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒരു പര്യവസാനം എന്നുള്ള നിലയിലാണ് അത്തരം തീരുമാനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ എടുത്തത്. ആ തീരുമാനങ്ങൾ എടുത്ത ജനങ്ങളോടാണ് ഞാൻ പ്രത്യേകം നന്ദി പറയുവാൻ വേണ്ടി ഈ അവസരം വിനിയോഗിച്ചത്. അത്തരം കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. എന്തായാലും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വിഷയം കേരളത്തിൽ ഉണ്ടാകില്ല.
അത്തരത്തിലുള്ളൊരു വിഷയം ഉണ്ടാകാതെ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ നിങ്ങളായി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. നിങ്ങൾക്കിടയിലുള്ളവർ തന്നെയാണ് പലപ്പോഴും പുകഴ്ത്തലും ഇകഴ്ത്തലും ഒക്കെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഇടയിൽ അതിന് പറയുന്നത് വാർത്ത ഞങ്ങൾ കൊടുക്കുന്നു എന്ന് നിങ്ങളുടെ നേതാക്കൾ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഒരാളെ കുറിച്ച് പുകഴ്ത്തുന്നു, മറ്റൊരാളെ കുറിച്ച് പുകഴ്ത്തുന്നു, ഞാനാണ് വലിയ ആളെന്ന് ഫ്ലക്സ് വയ്ക്കുന്നു. നിങ്ങളുടെ നേതാക്കൾക്കിടയിൽ തന്നെ ഒരു സമവായം ഉണ്ടായാൽ ഞങ്ങൾക്ക് പണി കുറവായി. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരങ്ങൾ അനുസരിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതിനൊരു പരിഹാരമാർഗമാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം പുറത്തു പറയുമ്പോൾ അതിനുള്ള പരിഹാരമാർഗമായി അത് മാറിയിരിക്കും.